ഹായ്. കഴിഞ്ഞ വീഡിയോയിൽ Q&A സെഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നാഗ്പൂർക്ക് വണ്ടി ഓടിച്ചു. രാത്രിയോടെ നാഗ്പൂർ എത്തി. പിന്നെ നാഗ്പൂരിൽ നിന്ന് പിന്നെ വണ്ടി ഓടിച്ചു കേട്ടോ. അങ്ങനെ നാഗ്പൂർ സ്റ്റോപ്പ് ഓവർ ഒന്നും എടുത്തില്ല. ഒരു 2 മണി അല്ലേ, 2 മണി വരെ പുലർച്ചെ ഞങ്ങൾ ഓടിച്ചു. എന്നിട്ട് കുറച്ച് നേരം ഒരു പമ്പിൽ കിടന്നുറങ്ങി. എന്നിട്ട് രാവിലെ എൻ്റെ ഹൈദരാബാദ് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഹൈദരാബാദിൽ വന്നതിന് ആകെ ഒരു ഉദ്ദേശമേ ഉള്ളൂ, റംദാൻ സമയത്തെ ഹലീം കഴിക്കാൻ. ഞങ്ങൾ ഇതിനു മുന്നേ പലവട്ടം ഹൈദരാബാദ് വന്നിട്ടുണ്ടെങ്കിലും ടൈം ഒത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഹലീം കഴിക്കാനും പറ്റിയിട്ടില്ല. കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹമാണ് ഹലീം ഒന്ന് കഴിച്ചു നോക്കണം എന്നുള്ളത്. അപ്പോൾ ഹലീം ഒക്കെ റെഡി ആവാൻ വേണ്ടിയിട്ട്, ഹലീമിൻ്റെ കടകളൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമുണ്ട്. അപ്പോൾ ആ സമയം ഞങ്ങൾ ഈ ലുംബിനി പാർക്കിൻ്റെ അവിടെയും ഹുസൈൻ സാഗർ ലേക്കിൻ്റെ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കും. ഞങ്ങൾ ഹുസൈൻ സാഗറിൻ്റെയും ലുംബിനിയുടെ ഇടയിൽ ഒരു പാർക്കിംഗ് സ്പേസ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം കിട്ടിയപ്പോൾ അങ്ങനെ വണ്ടി നിർത്തിയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എന്താ പറയുക, ഞങ്ങൾ ആ നോമ്പ് തുറക്കുന്ന സമയത്താണ് കൂടുതലായിട്ട് ഈ ഹലീം, അതായത് ഒരു 5 മണി 6 മണി നേരത്താണ് വിറ്റ് തുടങ്ങാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളൊരു കടയിൽ പോയി നോക്കി. അപ്പോൾ അവർ പറഞ്ഞു ആയിട്ടില്ല, കുറച്ച് സമയം കൂടി എടുക്കുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ലക്ഷ്മി പറഞ്ഞാൽ ഹലീം കഴിക്കാൻ പോകാം നമുക്ക്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി. വെൽക്കം ടു TinPin സ്റ്റോറീസ്. ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് സൈഡിലായിട്ടുണ്ടല്ലോ തെലങ്കാന മാർട്ടിയേഴ്സ് മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഒരു സ്ട്രക്ചർ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു മുട്ട പോലെയാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് തോന്നുന്നത്. പക്ഷേ ശരിക്കും ഉണ്ടല്ലോ അതൊരു എന്താ പറയുക, ചെറിയൊരു മൺവിളക്കിൽ അങ്ങനെ തിരി കത്തുന്ന പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശം 179 കോടി മുടക്കിയിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ പണിയണേ. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്ട്രക്ചർ ആവുമെന്നാണ് പറയണത്. അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇത് കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ വായിച്ചു നോക്കിയതാണ് കേട്ടോ. ഇതും ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഭാഗമാണ് ലുംബിനി പാർക്ക് എന്ന് പറയുന്ന ആ ഏരിയ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്താണ് ഇത് നടക്കുന്നത്. കുറേയധികം കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഒന്ന് ഈ മെമ്മോറിയലിൻ്റെ, പിന്നെ പുതിയ സെക്രട്ടേറിയറ്റിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഒരു വലിയ അംബേദ്കറിൻ്റെ സ്റ്റാച്ചു കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു എന്താ പറയുക കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ഭാഗം കൂടിയാണ്. ശരിക്കും ഇത് ഇവിടുന്ന് നോക്കുമ്പോഴാട്ടോ ഈ മുട്ട പോലെ തോന്നുന്നത്. പക്ഷേ നമ്മൾ റോഡിൽ കൂടെ അങ്ങനെ പാസ് ചെയ്ത് വന്നപ്പോൾ അത് ശരിക്കും ഒരു വിളക്ക് പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. കുറേ ഡെവലപ്മെൻറ്റ്സ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു സിറ്റിയാണ്. പിന്നെ 179 കോടി മുടക്കി ഇതൊക്കെ പണിയണമെന്നുള്ളത് അല്ലേ, ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. പിന്നെ ട്രാഫിക്കിന് യാതൊരു കുറവില്ല. നമുക്ക് ഇവിടുന്ന് റൈറ്റ് പോകണം. ഞങ്ങൾ കുറച്ച് നേരം നടക്കാമെന്നാണ് വിചാരിച്ചത്. നടന്ന് ഞങ്ങൾ ലുംബിനി പാർക്കിന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടോ. എൻ്റെ ബാക്കിൽ കാണുന്നത് ഡോക്ടർ അംബേദ്കർ തെലങ്കാന സെക്രട്ടേറിയറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതിൻ്റെയും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ഈ ലുംബിനി പാർക്കിൻ്റെ ഉള്ളിൽ ഭയങ്കര റഷാണ്. അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ റഷാണ്. ഇവിടെ കുറേ ആൾക്കാർ ചോളം, നാരങ്ങവെള്ളം, ഐസ്ക്രീം, വേൽപൂരി, ചാട്ട്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാർ അത് വാങ്ങി കഴിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഈവനിങ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇന്നൊരു വീക്ക് ഡേ ആണ്, എന്നിട്ട് കൂടെ നല്ല റഷുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആ മാർട്ടിയേഴ്സ് മെമ്മോറിയലിൻ്റെ ഇതാട്ടോ. അതാ ഞാൻ പറഞ്ഞ ഒരു ചെരാത് പോലെയില്ലേ, അതിലിങ്ങനെ തീനാളം പോലെ കത്തുന്നതാണ്. അത് നമ്മുടെ ഈ മറ്റേ ചിക്കാഗോലത്തെ ബീനോ അങ്ങനെ എന്തോ അല്ലേ പറയാം, ചിക്കാഗോ ബീനൊക്കെ പോലെ അങ്ങനത്തെ ഒരു സ്റ്റേഷൻ. ഇപ്പോൾ ചൈനയിലൊരു ബബിളോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഏകദേശം അതുപോലത്തെ ഒരു ഡിസൈനൊക്കെയാണ്. ഞങ്ങൾ എന്തായാലും അകത്തേക്ക് കയറില്ലാന്ന് വിചാരിച്ചു. പാർക്കിൻ്റെ ഉള്ളിൽ എന്തോ റൈഡൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വീഗാലാൻഡിലേക്ക് കാണിച്ചു കൊടുക്കുക. അവിടെ ആൾക്കാർ അതിന്റെ മുകളിലേക്ക് കയറി പോകുന്നു, താഴത്തേക്ക് വരുന്നു അല്ലേ. അത്രയും റഷിലേക്ക് പോകാനുള്ള ഒരു പിന്നെ മെയിൻ ലക്ഷ്യം ഹലീമാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഈ ലേക്കിന്റെ ഭാഗത്തേക്ക് നടക്കാം. ലേക്ക് അങ്ങോട്ടാണ്, ഇപ്പുറത്ത് കൂടെ പോയ ബുദ്ധ സ്റ്റാച്ചു കാണാം. ആണോ? അവിടുന്ന് കുറച്ച് മുമ്പിലേക്ക് നടന്ന് നമ്മളിത് ഹുസൈൻ സാഗർ ലേക്കിന്റെ ഭാഗത്ത് എത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ ആ ദൂരെ കാണുന്നതാണ് ബുദ്ധന്റെ സ്റ്റാച്ചു. ഇവിടെ ഡോക്ടർ അംബേദ്കറിന്റെ സ്റ്റാച്ചു കാണുന്നുണ്ട്. സൂര്യൻ അടിച്ചിട്ട് അതിന്റെ ഒരു മേഘത്തിന്റെ നിഴലും ഒക്കെ കണ്ടില്ലേ. പിന്നെ അതാണ് നമ്മൾ നേരത്തെ കണ്ട മാർട്ടിയേഴ്സ്, അത് സെക്രട്ടേറിയറ്റ്, അങ്ങനെ എല്ലാം കാണാം. നല്ല ഒച്ചയും ബഹളമാണ് കേട്ടോ ഇവിടെ. ഞങ്ങൾ ആക്ച്വലി ഇതിന്റെ ഉള്ളിലേക്ക് ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട്. ഗാർഡന്റെ ഉള്ളിലേക്ക് കയറാൻ ലുംബിനി ഗാർഡൻ അല്ലാതെ ഒരു ഗാർഡൻ കണ്ടു. പക്ഷെ അതിന്റെ ഉള്ളിലേക്കുള്ള എൻട്രി ഒക്കെ ക്ലോസ് ചെയ്തിട്ടേക്കാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ക്ലോസ് ആയിട്ട് പോകാൻ പറ്റില്ല. ഇതാണ് മാക്സിമം ഇത്. അല്ലെങ്കിൽ പിന്നെ അവിടുന്ന് ബോട്ട് എടുത്ത് ആ ബുദ്ധ സ്റ്റാച്ചു കൊണ്ട് അങ്ങോട്ട് പോകണം. പക്ഷെ അത്രയ്ക്കുള്ള സമയം നമ്മുടെ അടുത്തില്ല. ഞങ്ങൾ എന്തായാലും ഇന്നത്തോടെ ഹൈദരാബാദിൽ നിന്ന് ഇറങ്ങാന്നായിട്ട് വിചാരിക്കുന്നത്. ജസ്റ്റ് ഹലീമിന് വേണ്ടി മാത്രം വന്നതാണ്. ഹലീം കൊതി മാത്രമാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേക്കുന്നത്. ആ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് തിരിച്ചതേ ഞങ്ങൾ കാറിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടോ. അപ്പോൾ ഈ ഹലീം ഉണ്ടല്ലോ ഏകദേശം 500 കോടിയുടെ ബിസിനസ്സാണ് ഒരു മാസം. അതായത് ഈ റംദാൻ മാസത്തിൽ 500 കോടിയുടെ ബിസിനസ്സാണ് ഹൈദരാബാദ് മാത്രം ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് അറിഞ്ഞൂടെ എത്രത്തോളം ആൾക്കാർ ഹലീം കൺസ്യൂം ചെയ്യുന്നുണ്ടെന്ന്.
അത് ശരിക്കും പണ്ടൊക്കെ ഇവിടെ ഹൈദരാബാദ് മാത്രമായിരുന്നു ഇത് ഹലീം കിട്ടുമായിരുന്നത്. പക്ഷെ ഇപ്പൊക്കെ ഒരുവിധം മെയിൻ സിറ്റീസിൽ, ഇപ്പൊ ചെന്നൈയിൽ തന്നെ ഇപ്പോൾ ഇവരുടെ ഫേമസ് ഔട്ട്ലെറ്റ് ഒക്കെ അവിടെ പോയി ഹലീം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഹൈദരാബാദ് ഹലീം ഹൈദരാബാദിൽ നിന്ന് കഴിക്കുന്ന അത്ര ഒതന്റിസിറ്റി കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരുന്നിരുന്നത്. ഇവിടെ മെയിൻ കുറേ സ്ഥലങ്ങളുണ്ട്. പിസ്ത ഹൗസ്, ഷാ ഘോഷ്, ഗ്രിൽ 9, സർവി, കഫേ 555, അങ്ങനെ കുറേ അധികം അടിപൊളി ഹലീം കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഞങ്ങളുടെ ആദ്യത്തെ ഐഡിയ ഈ ഹലീം ഉണ്ടാക്കുന്ന അതിൻ്റെ പ്രൊസീജിയറൊക്കെ നിങ്ങളെ കാണിക്കണമെന്നായിരുന്നു. പക്ഷേ ഇവിടെ ഉണ്ടല്ലോ സ്ലോട്ട് ബേസിസിലാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വീഡിയോ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇവരെയൊക്കെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ ഒരു 2 ഒഴിച്ച് ബാക്കി ഞങ്ങളെല്ലാം കോൺടാക്ട് ചെയ്തു. അതായത് ഈ റംദാൻ മാസത്തിൽ ഒരു മേക്ക് ഷിഫ്റ്റ് കിച്ചൺ ഇവര് റെന്റിന് എടുക്കും ഒരു മാസം. വെഡിങ് ഹാളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇവര് അതിങ്ങനത്തെ ഒരു കിച്ചൺ എടുത്തിട്ട് അവിടെയാണ് ഉണ്ടാക്കുക. എന്നിട്ട് ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഞങ്ങൾ മെഹഫിൽ എന്ന് പറഞ്ഞിട്ട് ഒരാൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് 9 ഔട്ട്ലെറ്റ് ഉണ്ട്. അവരൊരു ഇതുപോലൊരു ഹാൾ എടുത്തിട്ട് അവിടുന്ന് ഉണ്ടാക്കിയിട്ട് ഈ 9 ഔട്ട്ലെറ്റിലേക്കാണ് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് എല്ലാവരും അങ്ങനെ വർക്ക് ചെയ്യണം. പക്ഷേ ഇപ്പം അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ അവർ സമ്മതിച്ചില്ല. അപ്പോൾ ചില സ്ഥലത്ത് സ്ലോട്ട് ഉണ്ട്, ചില സ്ഥലത്ത് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഏതൊക്കെയാണ് സ്ഥലങ്ങളെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ കുറച്ച് ദിവസമായി ഇതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുന്നു. പക്ഷേ ഒരു നിവർത്തിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടെങ്കിലും എടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലും കഴിക്കണം എന്നുള്ളത് ഞങ്ങളുടെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പൊ അതിനു വേണ്ടി പോവാണ്. ഞങ്ങൾ അവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങി. ഹലീം കഴിക്കുക എന്ന് പറയുമ്പോൾ തന്നെ കുറെ പേരുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന പേര് പിസ്ത ഹൗസ് ആയിരിക്കും. ഞങ്ങളും എന്താ പറയുക, ഇങ്ങനെ കുറെ അധികം ഞങ്ങൾക്ക് ഹൈദരാബാദിൽ ജീവിക്കുന്ന ആൾക്കാരായിട്ടും അവർക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കുറച്ചിങ്ങനെ ഡിസ്കസ് ഒക്കെ ചെയ്തപ്പോൾ ഇപ്പൊ പിസ്ത ഹൗസിനേക്കാളും കുറച്ചും കൂടി നല്ല 2-3 റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് എന്ന് അറിഞ്ഞു. പിന്നെ ഹൈദരാബാദ് ഈ മാസത്തിൽ വന്ന റംദാൻ മാസത്തിൽ വന്നു കഴിഞ്ഞാൽ മുട്ടന് ഹലീം കടകളായിരിക്കും. അപ്പൊ ഹലീം വിറ്റോണ്ടിരിക്കുന്നുണ്ട്. അത്രയും ഹലീം കൺസ്യൂം ചെയ്യുന്ന ഒരു സമയം തോന്നുന്നു. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് ബെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ സംഭവമൊക്കെ ഡിഫിക്കൽട്ട് ആയിരിക്കും. 2 എണ്ണം പൊതുവേ ഞങ്ങൾക്ക് എല്ലാവരും പറഞ്ഞു കേട്ടതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 റെസ്റ്റോറൻറ്റ്സ് ആയിരുന്നു നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. സർവി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റും പിന്നെ ഒന്ന് ഷാ ഘോഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റും. സർവി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് കുറച്ച് കൺജസ്റ്റഡ് ഏരിയയിലാണ്. ഇപ്പൊ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, നല്ല ട്രാഫിക് ആണ് ഈ ഭാഗത്തൊക്കെ. അപ്പൊ ഈ സർവിയുടെ ഭാഗത്ത് വണ്ടി ഇടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഷാ ഘോഷ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ആട്ടോ പോണേ. ഈ ഷാ ഘോഷിൽ തന്നെ കുറേ ഔട്ട്ലെറ്റ് ഉണ്ട്. അതിൽ ഇപ്പം നമ്മൾ അപ്പം ആ പാർക്കിങ്ങിൻ്റെ അവിടെ നോക്കിയപ്പോൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് കണ്ടത്, അതായത് ഇതെല്ലായിടത്തേക്കും ഒരു സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കിയിട്ടാണ് കൊണ്ടുപോകണേ. അപ്പം അതുകൊണ്ട് നമ്മൾ എവിടെ പോയി കഴിച്ചാലും ഒരേ സാധനമായിരിക്കും നമുക്ക് കിട്ടുന്നത്. पार्किंग कहाँ पर है भाई? पार्किंग हाँ डाल सकते हैं ना? यहाँ पे नहीं, यहाँ पे खाने का हाँ. അപ്പോൾ നമ്മളിത് ഷാ ഘോഷ് എന്ന് പറഞ്ഞിട്ട് ഈ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലേക്ക് ഒന്നുണ്ടോ? ആ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. ഇവിടെ സ്റ്റാഫൊക്കെ നിന്ന് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാഫൊക്കെ നിൽക്കുന്നുണ്ട്. ടേക്ക് അവേ ആണെന്നുണ്ടെങ്കിൽ അവർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പോയി ഓർഡർ ഒക്കെ എടുത്ത് ചെയ്യും തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് ഡൈനിങ് ആയതുകൊണ്ട് ഇവിടെ ഉള്ളിലേക്ക് കയറി പാർക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ തിരക്ക് കണ്ടോ? ഈ കാണുന്നതൊക്കെ എല്ലാരും നോമ്പ് തുറക്കാൻ വന്നിട്ടാണ് കേട്ടോ, ഇഫ്താറിന് വേണ്ടി വന്നിട്ടാണ്. സമയമായല്ലോ നോമ്പ് തുറയുടെ. ഞങ്ങള് കാറൊക്കെ പാർക്ക് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പാർക്കിങ്ങിന്റെ സൈഡിൽ ആൾക്കാരൊക്കെ ഇവിടെ ഇരുന്നിട്ട് നോമ്പ് തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആൾക്കാർ നോമ്പ് തുറക്കുന്നതാണ്. നമുക്ക് അങ്ങോട്ട് നടന്നാലോ ഫ്രണ്ടിലേക്ക്. ഈ എല്ലാ ചെയിനിനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. എല്ലാ ചെയിനല്ല, കുറച്ച് ചെയിൻ ഇവരെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടില്ല കേട്ടോ, ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ ഈ കോൺടാക്ട് ചെയ്തതിലൊക്കെ ഉണ്ടല്ലോ എല്ലാവരും വളരെ പ്രൊഫഷണൽ ആയിരുന്നു കേട്ടോ. അത് വെറുതെ നമ്മൾ റാൻഡമായിട്ട് ആരെങ്കിലും വിളിച്ച് സംസാരിക്കില്ല. അവരുടെ ഒരാൾ ഫോൺ എടുക്കുന്നു, എന്നിട്ട് നമ്മളെ അവരുടെ PR ടീം കണക്ട് ചെയ്യുന്നു. അപ്പം എല്ലാം ഭയങ്കര പ്രൊഫഷണൽ ആയിരുന്നു. അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സ്ഥലത്തേക്ക് വിളിച്ചപ്പോൾ ഒരു മാസത്തേക്കുള്ള ഷൂട്ട് ചെയ്യാനുള്ള സ്ലോട്ട് വരെ തീർന്നു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതേ നമ്മളെ ഷാ ഘോഷിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. നിറച്ച് തിരക്കാണ്, നിറച്ച് ആൾക്കാരാണ്. എൻട്രൻസിന്റെ തൊട്ട് സൈഡിലായിട്ട് ഹലീമിന്റെ പരിപാടികളാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് സെപ്പറേറ്റ് ഒരു സെക്ഷൻ തന്നെ അവർ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ റംദാൻ മാസത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ വിൽക്കുക. ഇതേ ചൂടപ്പം പോലെ വിറ്റ് പോകുന്ന ഹലീം ഇവിടെ ഒരു കണ്ടെയ്നറിലാണ് കേട്ടോ ഹലീം ഉണ്ടാക്കി വെച്ചേക്കണേ. അത് ഓരോ പാത്രത്തിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്.
അപ്പോൾ ആദ്യം അവിടുന്ന് പേയ്മെൻറ്റ് ചെയ്ത് ഒരു ടോക്കൺ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹലീം മേടിക്കാം കേട്ടോ. ഇത് കുറേ സൈസിലാണ് കേട്ടോ ഹലീം വരുന്നത്. അപ്പോൾ ഇവിടെ ഇത് വെച്ചേക്കുന്നുണ്ടല്ലേ ഓരോ പെട്ടികൾ. ചെറിയ ഡബയ്ക്ക് 220, അതിൻ്റെ വലുതിന് 440, പിന്നെ 660, 850, 2200. അപ്പോൾ 2200 പറയുമ്പോൾ ജംബോ ഹലീമാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു ചെറുത് മേടിച്ചാൽ പോരാ. ലക്ഷ്മിക്ക് വിശപ്പില്ലാന്ന് പറഞ്ഞു. ഞങ്ങളിത് ഹലീമൊക്കെ വാങ്ങി കഴിഞ്ഞപ്പോണ്ടല്ലോ ഇതിൻ്റെ ഒരു ഓണർ ഒരാളെ കണ്ടു കേട്ടോ. അപ്പോൾ ആൾ മുമ്പിൽ നടക്കേണ്ട ആൾ പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ അകത്ത് കയറിയിരുന്ന് കഴിച്ചോളാൻ പറഞ്ഞു. അതിൻ്റെ മുകളിലൊരു ഒരു ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അത്രേ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. ശരിക്കും ഇത് പുറത്തുനിന്ന് കഴിക്കാനുള്ളതാണ്, ഡൈനിങ് വേറെയാണ് അല്ലേ? ഹലീം മാത്രമൊന്നുമല്ല കേട്ടോ, ഇതൊരു പ്രോപ്പർ റെസ്റ്റോറൻ്റ് ആണ്. പക്ഷെ നമ്മൾ ഹലീം കഴിക്കാൻ വേണ്ടി വന്നോണ്ട് ഇത് മാത്രമേ കഴിക്കുന്നുള്ളൂ. ശരിക്കും ഇങ്ങോട്ട് കയറി ഇരിക്കാൻ പറഞ്ഞല്ലോ, ഭയങ്കര ഹെൽപ്ഫുള്ളായി. കാരണം ഇവിടെ നല്ല സമാധാനമുണ്ട്. താഴെ ഭയങ്കര ഒച്ചയും ബഹളമായിരുന്നു. ചൂട് ഭയങ്കര ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഒരു സ്ലൈമി കൺസിസ്റ്റൻസിയാണ്. നമ്മൾ ഹലീം ഓർഡർ ചെയ്ത ഉടനെ തന്നെ ഒരു കണ്ടെയ്നറിലേക്ക് ഇവർ ഈ മീറ്റിൻ്റെ എന്താ പറയുക ഹലീം മിക്സ് ഇടും. അതിൻ്റെ മുകളിലേക്ക് നല്ല നെയ്യ് ഒഴിച്ച് തരും. പിന്നെ ബിസ്ത, അതായത് വറുത്ത സവോള, പുതിന ഇല, മല്ലിയില, കശുവണ്ടി, കാഷ്യൂനട്ടും പിന്നെ ഒരു ലൈമിന്റെ വെഡ്ജസും വെച്ച് തരും. നെയ്യ് പറഞ്ഞു കോരി ഒഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇതിൽ മെയിൻ ആയിട്ട് കാണുന്നത്. ഈ ഭാഗമൊക്കെ ആ നെയ്യിന്റെ ഇതാണ്. എനിക്ക് പക്ഷെ എൻ്റെ ടെക്സ്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ, നല്ല രസമുണ്ട്. നിങ്ങളങ്ങനെ കഴിക്കാൻ മുട്ടി നിൽക്കുക. അതിൽ കടിക്കാൻ മാത്രം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ആ മീറ്റ് അത്രയും മഷിയായിട്ട് മാഷ് ചെയ്തിട്ടുണ്ടാവും. യൂഷ്വലി മോസ്റ്റ്ലി ഇവിടെ യൂസ് ചെയ്യുന്നത് മട്ടനാണ്. ചിക്കനിലും അങ്ങനെയൊക്കെ ചില സ്ഥലത്ത് പ്രിപ്പയർ ചെയ്യാണ്ട്, പക്ഷെ ഇവിടെയൊക്കെ മോസ്റ്റ്ലി മട്ടനാണ്. പിന്നെ ഇതിൽ വേറെ ഇൻഗ്രീഡിയൻസ് വരുന്നത് ലെൻറ്റിൽസ് വരുന്നുണ്ട്, കുറേ അധികം പൾസസും കാര്യങ്ങളും, വീറ്റ്, ബാർലി. അപ്പോൾ ഇത് ശരിക്കും എന്താ പറയുക ഒരു ഹെൽത്തി ഓപ്ഷനാണ്. പിന്നെ ഈ നോമ്പെടുക്കുന്നവർക്ക് എനർജിയും കാർബോഹൈഡ്രേറ്റും എല്ലാം കൂടി ഒരു മീലിൽ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ ഹലീം പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഈ നാരങ്ങ മാറ്റി വെക്കാം കേട്ടോ. നാരങ്ങ നമുക്ക് രണ്ടാമത്തെ ഇതിലായിട്ട് കഴിക്കാം. ആദ്യം എൻ്റെ ഒറിജിനൽ ടേസ്റ്റ് എന്ന് അറിയട്ടെ. ആദ്യമായിട്ടാണ് കേട്ടോ ഹലീം കഴിക്കുന്നത്. ഞാനൊരു 2016 തൊട്ടിട്ട് ഈ സാധനം കഴിക്കാൻ വേണ്ടി 2016 ഞാൻ അങ്ങോട്ട് വരാൻ നോക്കി. ഈ സമയത്ത് വരാൻ പറ്റിയില്ല. പിന്നെ എല്ലാം കഴിഞ്ഞ കാർ ലൈഫിൽ, ആദ്യത്തെ കാർ ലൈഫിൽ ഉറപ്പായിട്ടും കഴിച്ചിട്ട് പോകുള്ളൂ എന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് ഇവിടെ എത്തിയപ്പോൾ കോവിഡ് ആയത്. അപ്പോൾ നമ്മൾ ക്വാറന്റൈനിൽ പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു തരത്തിലും ഇത് കഴിക്കാൻ സമ്മതിക്കാണ്ട് ഇതേ ജീവിതത്തിലാണ് എൻ്റെ വായിൽ വെള്ളം വന്നു. മണം എന്ന് പറഞ്ഞാണല്ലോ ഒരു എന്താ പറയുക, മട്ടൻ്റെയാണ് മെയിനായിട്ടൊരു മണം എടുത്തു തരുന്നത്. പിന്നെ സ്പൈസ് കടയിലേക്കൊക്കെ പോയൊരു മണം വരുന്നില്ലേ? എന്താ ടേസ്റ്റ് എന്ത് ടേസ്റ്റാന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷേ കുറേ ടേസ്റ്റ് വരുന്നുണ്ട്. ഈ വറുത്ത ഒണിയൻ്റെ ടേസ്റ്റാണ് മെയിനായിട്ട് കിട്ടുന്നത്. പിന്നെ മട്ടൻ്റെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പുതിനയൊക്കെ കിടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെയാണ് ടേസ്റ്റ് വരുന്നത്. ഞാൻ മറ്റേ അടിയിൽ നിന്ന് കഴിച്ചോ. മെയിനായിട്ട് മട്ടൻ്റെ ടേസ്റ്റ് കേട്ടോ. കഴിച്ച് വരുന്നവരും സ്വാദ് കൂടി വരിക. ആദ്യം കഴിച്ചതിനേക്കാൾ കൂടുതൽ സാധാരണ രണ്ടാമത്തെ ബൈറ്റ് എടുത്തപ്പോൾ അതിനേക്കാൾ കൂടുതൽ സാധാരണ അതിൻ്റെ അടുത്ത ബൈറ്റ് എടുത്തപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു സാധനമാണ്. ഇതിപ്പോൾ 250 രൂപ. 220 രൂപയാണ്. ഇതൊരു 250 ഗ്രാംസിൻ്റെ എന്തുവാണെന്ന് തോന്നുന്നു. ഇത് ശരിക്കും പറഞ്ഞ ഒരാൾക്ക് ധാരാളമാണ് കേട്ടോ. ഒരാൾക്ക് സുഖമായിട്ട് വയറ് ഓവറായിട്ട് നിറയുന്നു തോന്നുന്നു കഴിച്ചിട്ടുണ്ട്. കൊള്ളാം കേട്ടോ. മോള് കഴിച്ചു നോക്കുക. ഈ ഹലീം എൻ്റെ കയ്യിൽ കൊണ്ട് തന്നപ്പോൾ നമുക്കങ്ങനെ സ്പൈസ് കടയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന മണമായിരുന്നു. അത്രയും സ്പൈസസിൻ്റെ മണമായിരുന്നു. പക്ഷെ ഇത് കഴിക്കുമ്പോൾ ആ സ്പൈസസിൻ്റെ അങ്ങനെ അങ്ങനത്തെ കുത്ത് ടേസ്റ്റ് അല്ല കേട്ടോ. ആ മീറ്റിൻ്റെ അടിപൊളി ടേസ്റ്റാണ് വരുന്നത്. അതിങ്ങനെ ഓവർ മസാലയൊന്നും ഇട്ടിട്ട് മീറ്റിൻ്റെ ആ ക്വാളിറ്റി കളഞ്ഞിട്ടില്ല. പിന്നെ ദേ
വലിയ ബോണൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ബോണിട്ട് കുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ മീറ്റിൻ്റെ കറക്റ്റ് എസെൻസ് ഒക്കെ ആ ഹലീമിൽ വന്നു ചേരും. പിന്നെ ഇത് ഇവിടുത്തെ ബെസ്റ്റ് ഹലീമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേറെ എവിടെ നിന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ ലൈഫിൽ തന്നെ ഫസ്റ്റ് ടൈമാണ് ഹലീം കഴിക്കുന്നത്. ഞങ്ങൾക്ക് ഈ ഹലീം ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അത്രയാണ് ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ കഴിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും അഭിപ്രായം ഏതൊക്കെ സ്ഥലമാണ് നല്ലത്, അപ്പോൾ ബാക്കിയുള്ളവർക്ക് മുടിഞ്ഞ് വരുമ്പോൾ ഒരു ഹെൽപ്പായിരിക്കുമല്ലോ. കാരണം ഞങ്ങൾക്ക് ഹെൽപ്പായിരിക്കും. ഇനി എപ്പോഴെങ്കിലും ഹൈദരാബാദ് പോകുമ്പോൾ നമുക്ക് ഇനി വേറൊരു സ്ഥലം കൂടി കയറി ട്രൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളും ഇതിൻ്റെ കമൻറ്റ് ചെയ്യുക ഏത് ഹലീമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന്. ഹലീമിൻ്റെ പണി തീർത്തു കേട്ടോ. ഇനി അടുത്തത് ഒരു സാധനം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഫ്രൂട്ട് സലാഡ് വിത്ത് കസ്റ്റർഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ കസ്റ്റർഡ് അതേപോലെ ഫിർനി ഡബിൾ മീറ്റ് എന്നൊക്കെ പറയുന്നത് നോമ്പ് തുറയുടെ മെയിൻ ഡെസേർട്ട് സംഭവങ്ങളാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ ഈ ഡബിൾ മീറ്റ എന്ന് പറയുന്നത് ഷാഹി തുക്കടിയാണ് കേട്ടോ ഡബിൾ മീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു സെക്ഷനിലുണ്ടല്ലോ, അയ്യോ ചേട്ടൻ വന്ന് കവർ ചെയ്തു, ആ ഒരു സെക്ഷനിലുണ്ട് ഇത് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ കൊതി വന്നിട്ട് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ലക്ഷ്മിയേക്കാൾ ഇഷ്ടം എനിക്കാണ്, പക്ഷേ ലക്ഷ്മിയാണ് ആദ്യം ട്രൈ ചെയ്ത് നോക്കണേന്ന് മാത്രം. അതെ, കുറേ അധികം കിവിയൊക്കെ ഉണ്ട്, മുന്തിരി ഉണ്ട്, അങ്ങനെ കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. അവരുടെ ഇഷ്ടം കേട്ടോ, ഹരിപ്പെട്ടു. കാരണം അധികം ഓവർ മധുരമൊന്നുമില്ല. നിനക്കിത് ഇഷ്ടമല്ലാത്തല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ ഓർഡർ ചെയ്തത്. മാറിയെന്ന് അവൾക്കിത് ഇഷ്ടമല്ല, പിന്നെ നിന്നെ കഴിക്കുന്നത് അടിപൊളിയാട്ടോ. കുറച്ച് കഴിച്ചോ എന്നിട്ട് തന്നോ. ഈ മനുഷ്യൻ ഇതിൽ മാത്രമല്ല ഇങ്ങനെയാണ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. എടുത്ത് പറയേണ്ട വേറൊരു കാര്യം, നല്ല അടിപൊളി സർവീസ് ആയിരുന്നു കേട്ടോ. ആക്ച്വലി നേരത്തെ പറഞ്ഞില്ലേ, അതിൽ ആ ഒരു മീറ്റിൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഹലീമിൽ ചില ഹലീംസിലൊക്കെയാണ് സ്പൈസ് ഫ്ലേവർ എടുത്ത് നിൽക്കും. പക്ഷേ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ ഈ മീറ്റിൻ്റെ ഫ്ലേവർ എടുത്ത് നിൽക്കുന്ന ഹലീംസാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഹലീമായിരുന്നു ഇത്. ഹലീമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ പതുക്കെ ഹൈദരാബാദിൽ നിന്ന് വിടാമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് രാത്രി യാത്രയാണ്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അധികം ഭക്ഷണം കഴിച്ചില്ല. ഈ ഹലീം ഷെയർ ചെയ്തേ ഉള്ളൂ, പിന്നെ ഫ്രൂട്ട് സലാഡും ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പം ഷെയർ ചെയ്തു പറഞ്ഞാൽ ഞാനാണ് കൂടുതൽ കഴിച്ചത്, എന്നാലും ഷെയർ ചെയ്ത് കഴിച്ചെന്ന് പറയാമല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഞങ്ങൾ കൂടുതൽ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. അടുത്ത വീഡിയോ വരാൻ പോകുന്നുണ്ടല്ലോ, കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ ഞങ്ങൾ അതിൻ്റെ പരിപാടികളൊക്കെ നടത്തിയിട്ട് വരാം. അടുത്ത വീട്ടിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ. Bye bye.